നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് ഞാനുള്ളത് എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ബേ വിൻഡോനെ കുറിച്ചിട്ടാണ്. പലരും വീട് വെക്കുമ്പോൾ പണ്ടത്തെ കാലത്തെ തരത്തിലുള്ള വിൻഡോസ് വേണോ, അതല്ല ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആർക്കിടെക്ട്സ് സജസ്റ്റ് ചെയ്യുന്ന ബേ വിൻഡോസ് വേണോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ബേ വിൻഡോ എന്നുള്ള ഒരു കോൺസെപ്റ്റിൻ്റെ ഗുണങ്ങളും അതേപോലെ ചെറുതായിട്ടുള്ള ദോഷങ്ങളെ കുറിച്ചിട്ടാണ്. ബേ വിൻഡോയുടെ ഏറ്റവും നല്ലൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്പേസ് നമുക്ക് ഇതുപോലെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്കൊരു ഈവനിങ്ങിലോ അല്ലെങ്കിൽ രാവിലെയോ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് ഇതുപോലെ അങ്ങനെ ഇരിക്കാം. അതുപോലെ നമുക്ക് കുട്ടികൾക്കൊക്കെ ഇനി ഇവിടെ ഇരുന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇതേ സ്പേസ് നമുക്ക് അങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ റൂം നമുക്ക് ഭയങ്കര ഒരു സ്പേഷ്യസ് ആയിട്ട് തോന്നും, അതായത് നല്ല സ്പേസ് ഉള്ളതുപോലെ ഫീൽ ആകും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് ബേ വിൻഡോ വെക്കുമ്പോൾ. ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ട് വൈകുന്നേരങ്ങളിൽ ഇവിടെ ഇങ്ങനെ ഇരുന്ന് പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ വല്ലാത്ത ഫീലൊക്കെ. ടിപ്പിക്കലായി കാണുന്ന ഇത്തരം വിൻഡോയിൽ നിന്നും ബേ വിൻഡോക്ക് വരുമ്പോൾ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് കുറച്ച് അധികമായിരിക്കും. കാരണം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബീം പണിതിട്ട് അതിൽ നിന്ന് ഒരു കാന്റിലിവർ സ്ലാബ് പണിതിട്ട് അതിലാണ് ഈ ലോഡ് മൊത്തം വരുന്നുണ്ടാവും. സോ അതിന്റെ കൺസ്ട്രക്ഷൻ പ്രോപ്പർ ആയിരിക്കണം, ഇല്ലെങ്കിൽ പിന്നീട് ഒരുപാട് ക്രാക്സ് ഒക്കെ വാൾ വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇതിന് പുറത്ത് കൊടുക്കുന്ന പ്രൊജക്ഷൻ പ്രോപ്പർ ആയിരിക്കണം, ഇല്ലെങ്കിൽ മഴയും വെയിലും അടിക്കുമ്പോൾ നമ്മുടെ വിൻഡോയുടെ ഫ്രെയിം ഡാമേജ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ അതിന്റെ പ്രൊട്ടക്ഷൻ ഒരു കോട്ടിങ് പ്രോപ്പർ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജേ ഉള്ളൂ, പക്ഷേ കൂടുതലും ഇതൊരു അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് ഈ ഒരു സ്പേസ് നമുക്ക് പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ബേ വിൻഡോനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമന്റ്സ് ഒക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ.